2000 രൂപ കാണാത്ത എന്റെ കരയിന് കൊടുത്തു കഴിഞ്ഞാൽ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്റെ പേര്. ഡോക്ടറെ ഞാൻ തന്നെയാ. ഇവരൊന്ന് ഉറങ്ങി എഴുതേക്കുമ്പോ തന്നെ ശരിയാവായിരിക്കും അല്ലേ? ഇല്ലേ ഇല്ലെങ്കിൽ വേണ്ടേ സച്ചിനോട്ടേക്ക് നമുക്ക് യുവരാജിനെ ഇറക്കാന്നേ. അതൊക്കെ നമുക്ക് ഇറക്കാം. ആദ്യം നീ ഇറക്കാം. അപ്പൊ എനിക്കില്ലേ തന്നെ തന്നെ എടുത്തു പോലെ എല്ലാം ഡ്രൈ തന്നെ ആയിക്കോട്ടെ. കുറച്ച് വെച്ചാൽ ചന്ത പഠിപ്പോ കുപ്പി വേണ്ട. ഇനിയിപ്പോ മറ്റേനും കൂടി വെട്ടി വരട്ടി വരുമ്പോ ഭയങ്കര രസമായിരിക്കും അല്ലയോ? വേഗടിക്ക് അറക്കാനല്ല. ഷാജേട്ടാ എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഓ പറ്റിയല്ലേ നീ അടിക്കണ്ട. അവിടെ വെച്ചോ, ഞാൻ അടിച്ചോളാം. അതല്ല എന്നെ കൊണ്ട് ആടിനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പിങ്കിനെ കാട്ടിൽ വിട്ടിട്ട് പോരാതിരിക്കാനാ ഞാനങ്ങനെ പറഞ്ഞത്. എന്റെ ഉമ്മയാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലും ഞാൻ ഓർത്തിട്ടില്ല. നേരത്തെ പറയാൻ വയ്യായിരുന്നോളാം. ആ എണ്ണ സാധനത്തിന്റെ വണ്ടിയിലേക്ക് ആ വണ്ടി അടിച്ച് ഇവന്റെ തേങ്ങായും വീട്. നീ നേരത്തെ പറഞ്ഞല്ലോ എന്ത് അടിച്ചപ്പോ ചോര എറിച്ചു. എവിടെയാണോ നിന്റെ ചോര എറിച്ച? ചോര തെറിച്ചെന്ന് പറഞ്ഞ സത്യ. പക്ഷെ അത് വേറൊരാൾ അർത്ഥപ്പെടാ കേട്ടോ. വേറൊരാൾ അർത്ഥപ്പെടാ. ആടെ തൊട്ടാളെ വേറെ വഴി ഞാൻ പറഞ്ഞു. ഇതുപോലെ വഴിയാണോ? അതൊക്കെ ഉടനെ ഞാൻ പറഞ്ഞാൽ ഇരിക്കും. കരയണ്ടാട്ടാ, ഞാൻ കുടിച്ചോളാം. ഇത് കൊരങ്ങനെ മുക്കപ്പെടുത്തല്ലേ? കൊന്ന ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ അവിടെ ഇരുന്നാ മതി. ഞങ്ങൾക്കറിയാം എന്നാ ചെയ്യേണ്ടത്. ഒന്നും ഉണ്ടാക്കി തരാൻ വേണ്ടി ഇറക്കുക.